തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിലുള്ള ഇവിടുത്തെ പൊതുവെ ഇവിടെ LDF ഒരു കോട്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമായിരുന്നു ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തുടർച്ചയായിട്ട് 10 വർഷം LDF ഭരണത്തിന്റെ കീഴിലായിരുന്നു. അതിനുപരി ഇവിടുത്തെ മണ്ഡലത്തിൽ കേരള ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂര്. കാരണം പല പ്രമുഖ നേതാക്കന്മാരും മത്സരിച്ച ഒരു മണ്ഡലം അല്ലേ. നായനാരും IMS മത്സരിച്ച ഒരു മണ്ഡലമാണ്. ഇപ്പൊ ഇവിടെ UDF എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അത് UDF അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ്. ഇത് കാലാകാലമായി CPM കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ആ തൃക്കരിപ്പൂർ ഇപ്പോൾ മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് എല്ലാ ഭാഗത്തും കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ തവണ വരെ വലിയ പറമ്പ് പഞ്ചായത്ത് ഭരിക്കാൻ അവസരമുണ്ടായത് LDF അതിപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതൊരു UDF സംബന്ധിച്ചിടത്തോളം ഒരു ശുഭലക്ഷണമാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ LDF മറികടന്നുകൊണ്ട് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വരാനിരിക്കുന്നത് മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി UDF കരുതുകയും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ഒരു ലേബിൾ നമുക്ക് അത് വിലയിരുത്തുന്ന ആവശ്യമുണ്ടോ? കാരണം കേരളം കേന്ദ്രത്തിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ഒരു ആശയത്തിലായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ അന്ന് കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വ്യത്യസ്തമായ റിസൾട്ടുകൾ നൽകാറുണ്ട്. എങ്കിൽ പോലും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പാർട്ടി കേഡറ്റുകളും പാർട്ടി ഗ്രാമങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് അവർക്ക് CPM പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമസഭയും പാർലമെന്റും ഒന്നും അവർക്കല്ല. അവരെപ്പോഴാണ് ആരുവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള അടയാളം കാണുന്നത് അവിടെ കുത്തുക ജയിപ്പിക്കുക എന്നുള്ള മാത്രം ഒരു സംസ്കാരത്തിലൂടെയാണ് അവർ പോയത്. ആ സംസ്കാരമുള്ളവരാണ് ഇപ്പോൾ മാറി ചിന്തിച്ചതിന്റെ ഫലമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചിട്ടുള്ള വോട്ട് എന്നാണ് നമുക്ക് കരുതുന്നത്. അതിന്റെ തുടർചലനം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് UDF സമ്മാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനിപ്പോ നിങ്ങളെ സംസാരം കേട്ടപ്പോ UDF അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ നമുക്ക് LDF ഭരണത്തിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. ഇവിടെ രാജഗോപാൽ MLA ആയിട്ട് എന്തെങ്കിലും ഡെവലപ്പിംഗ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെങ്കിലും നടന്നുണ്ടോ? ഒരു MLAക്ക് ഓരോ വർഷവും ലഭിക്കുന്ന പൈസ 10 കോടി രൂപ ലഭിക്കുന്നുണ്ട്. ആ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ രാജഗോപാൽ ഇവിടെ ഏറെക്കുറെ 10 വർഷത്തോളമായി. ആ MLAക്ക് ലഭിക്കുന്ന MLA ഫണ്ടിന്റെ ഗുണങ്ങളൊന്നും ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ എത്തിയതായിട്ട് കാണുന്നില്ല. ഇനിയിപ്പം അടുത്ത ഭരണത്തിൽ UDF ഭരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ്. എന്തെങ്കിലും അവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ മണ്ഡലത്തിന്? തീർച്ചയായും UDF വരികയാണെങ്കിൽ ഇവിടെയുള്ള LDF ഭരിച്ചിട്ട് പോലും പല വികസന പ്രവർത്തനങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കാൻ UDF കാലത്താണ് സാധിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് വലിയറമ്പിലെ 2 പാലങ്ങൾ ഇവിടെ ഉണ്ടായത് UDF കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പല വികസന പ്രവർത്തനങ്ങളിലും UDF LDF MLA ആണ് ഇവിടുന്ന് ജയിച്ചു പോകുന്നതെങ്കിലും UDF സംഭാവന കൊണ്ടാണ് ഈ പാലങ്ങളും റോഡുകളൊക്കെ തന്നെ ആദ്യമായി ഈ പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ UDF വരികയാണെങ്കിൽ ആ രൂപത്തിലുള്ള സ്വാധീനവും അതുപോലെയുള്ള സമ്മർദ്ദവും ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ ഇപ്പൊ പൊതുവെ ജനസംസാരം എന്ന് പറയുന്നത് ഈ പെൻഷനാണ്. ഇപ്പം കേരളത്തിലെ ഓരോ വീട്ടിലേക്ക് 2000 രൂപ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി UDF ഭരണം വന്നു കഴിഞ്ഞാൽ അത് കൂടോ അല്ലെങ്കിൽ ഉള്ളത് ഇല്ലാതാവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? LDF സൃഷ്ടിക്കുന്ന ഒരു വലിയ മീഡിയ ട്രെൻഡാണ് അത്. ഈ ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് തന്നെ AK ആന്റണിയുടെ സമയത്താണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം മുമ്പ് LDF ഭരണകാലത്ത് 60 മാസത്തേക്കോ അങ്ങനെ എത്രയോ കണക്കുണ്ട്, എത്രയോ മാസത്തെ കുടിശ്ശിക ബാക്കി വെച്ചിട്ടാണ് UDF സർക്കാർ ഇറങ്ങിയത്. അതും അന്ന് 600 രൂപ ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് ഈ ഒരു മോഹവാഗ്ദാനം പാലിക്കപ്പെടാൻ കഴിയുമോ UDF? എല്ലാ കാലത്തും ഈ പെൻഷൻ സംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുൻകാലങ്ങളിൽ തന്നെ 200-നും 300-നൊക്കെയാണ് തുടങ്ങിയിട്ട് അത് 600-ലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗതിയാണത്. അത് ഓരോ വർഷം കഴിയുമ്പോഴും ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ശമ്പളം വർദ്ധിക്കുന്നുണ്ട്, മറ്റു വില നിലവാരങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് പെൻഷനും വർദ്ധിക്കുന്നുണ്ട്. അതോട്ട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ തുടർച്ചയായിട്ട് 10 വർഷമാണ് LDF ഭരണത്തിൽ. അപ്പൊ ഇനി അടുത്ത 5 വർഷം LDF ഭരിക്കുകയാണെങ്കിൽ UDF ഭാവി തീരുമാനം എന്തായിരിക്കും? അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തുടർഭരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് പറ്റിപ്പോയ ഒരു കയ്യബദ്ധമായി ജനങ്ങൾ തന്നെ ഇപ്പോൾ വിലയിരുത്തിയത് കൊണ്ട് അത് ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ കാസർഗോഡ് മണ്ഡലം 5 മണ്ഡലമുള്ളത്, അത് കഴിഞ്ഞ പ്രാവശ്യം 3-2 എന്ന കണക്കിലാണ് പോയത്. അത് ഒരു അതിനുപരി LDF-ന് ഇവിടെ ഒരു പിന്നെ മുസ്ലിം ലീഗിന് വൻ ശക്തിയായിട്ട് എതിരാളിയായിട്ട് BJP ഉണ്ട് 2 മണ്ഡലങ്ങളിൽ. ഒന്ന് നീലേശ്വരം മണ്ഡലവും മഞ്ചേശ്വരം മണ്ഡലവും, അതുപോലെ കാസർഗോഡ് നിയോജക മണ്ഡലം. ഇവിടെ BJPക്ക് എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? BJPക്ക് മത്സരിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ, ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഇല്ല. ഭൂരിപക്ഷം കൂടോ അല്ലെങ്കിൽ പഴയതിനെക്കാട്ടി താഴോട്ടാവോ? കഴിഞ്ഞ പ്രാവശ്യം 745 വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത്. ഇപ്രാവശ്യം ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കൂടും എന്നുള്ള കണക്കുകളാണ് കൂടും എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 2 കിട്ടിയത്. കൂടാൻ സാധ്യത ഉണ്ടോ? 2-ൽ കൂടുതൽ? തീർച്ചയായും 2-ൽ കൂടുതൽ. എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 4 വരെ കിട്ടും. 4 എന്ന് പറയുന്നത് ഏതാണ് ഒഴിവാക്കുന്നത്? ഞങ്ങളിപ്പോ തൃക്കരിപ്പൂര് നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഉദുമ മണ്ഡലമാണ് നിങ്ങൾക്ക് ഉദുമ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഏതാണ്? കാഞ്ഞങ്ങാട് പ്രതീക്ഷയില്ല, കാരണം അവിടെ CH കുഞ്ഞമ്പു എന്ന് പറയുന്നത് വളരെ സന്മനസ്സുള്ള ഒരു ആയിട്ടാണ് ഞാൻ കണ്ടത്. അത് ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നല്ല. അല്ല. പിന്നെ ഈ കേരള ആൾക്കാർക്ക് എന്താണ് UDF എന്ന പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വം നടക്കുന്ന പൊതുയാത്രയിൽ കേരളം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ UDF ഭരണം വരാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആരാണ്? വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ തമ്മിൽ പോര് 8 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് പത്രമാധ്യമങ്ങൾ കണ്ടെത്തിയത്. കോൺഗ്രസ് കണ്ടെത്തിയതാണോ എന്നറിയില്ല. പത്രമാധ്യമങ്ങൾ ഈ 8 പേരും തമ്മിൽ അടിയടക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരക്ക് ഉന്നമിടും എന്ന് കേട്ടുന്നുണ്ട്. അത് ശരിയാണ്? ആർക്കും ഉന്നമിടാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ടെന്ന്. അത് പക്ഷെ അവസാനമായിട്ട് അത് ഞങ്ങൾ അമീക്കബിൾ സെറ്റിൽമെന്റ്. ഇനിയിപ്പോ 5 വർഷം UDF ഭരിക്കുകയാണെങ്കിൽ ഭരണം ശ്രദ്ധിക്കാൻ കഴിയോ, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോവോ? ഭരണം ശ്രദ്ധിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? 5 വർഷം 2 പെണ്ണുങ്ങളാണ് ഇവിടുത്തെ കേരള രാഷ്ട്രീയം കൊണ്ടുപോയത്. ഒന്ന് സവിത അല്ല, സരിത സ്വപ്നെ. അതുപോലെ ഇനിയും ഉണ്ടാകുമോ എന്നുള്ളത് ഒരു പേടി ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിനെ വെച്ച് എന്താ ഉള്ളത്? അതൊക്കെ ഓരോ സമയത്തും LDF-ഉം മറ്റുള്ളവരും ഉയർത്തിക്കൊണ്ടുവന്ന കിംവദന്തികളാണെന്ന്. ഇത്തരം കിംവദന്തികൾക്ക് ഇനി കേരളത്തിന്റെ മണ്ണിൽ യാതൊരു പ്രസക്തിയില്ല. അപ്പൊ വിജയ ശതമാനം ഏകദേശം എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ UDF? 100-ൽ കൂടുതൽ കിട്ടുമെന്നോ? സെഞ്ചുറി ഉറപ്പാണ്. അത് കുറച്ച് കടന്നു കഴിയാവൂലെ? സെഞ്ചുറി ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ചോദിച്ചില്ല, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ ചോദിച്ചില്ല, പെൻഷൻ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബില്ലും തൊട്ട് ചോദിക്കുന്നില്ല? XP സാധനത്തിന്റെ വിലകയറ്റം വിലകയറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയിൽ നല്ല, ലോകത്തിൽ തന്നെ പല ഭാഗത്തുള്ള വിലകയറ്റം. നിങ്ങൾ പെട്രോളിന് 2 രൂപ സെസ് കൂട്ടിട്ട് ആർക്കും എന്തിന് പെൻഷൻ കൊടുത്താ? ഇത് വേണ്ടിയിട്ടാണ് പെട്രോളിനേക്കാൾ. ഇത് എന്നോടുള്ള ചോദ്യമല്ല, കേരള സർക്കാരിനോടുള്ള ചോദ്യമാണ്. ചോദ്യമാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നോളും. ഇനി ഇപ്പം UDF ഭരിക്കുകയാണെങ്കിൽ ഈ റേറ്റ് ഒക്കെ കുറക്കോ? അതിനും നോക്കും, ചെയ്യേണ്ടി വരും. പിന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് പെട്രോളിന് കേരളത്തിന്റെ ടാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ട് അങ്ങനെ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളോ കോൺഗ്രസിന്. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷയോടെ നമുക്ക് നിൽക്കാം.